ഹായ് അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഇഫ്താറിനൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രീമി ചിക്കൻ ഹാഫ് മൂൺ. ഈ സ്നാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫില്ലിംഗ് ആണ്. അത് നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് ഇതിന്. അപ്പോൾ ആ ക്രീമി ടെക്സ്ചർ വരാനായിട്ട് ഞാനിവിടെ ചീസും മയണൈസും ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതൊന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ടുകൂടി ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ഇത് ഒരു പാനിലേക്ക് ഇട്ടു. ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇതാ ഇവിടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് ചെറിയ പീസായിട്ട് കൈ കൊണ്ട് തന്നെ മുറിച്ചെടുക്കാം. മിക്സിയിലിടേണ്ട, ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോവും. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു ഒനിയൻ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സവോളയൊന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഒനിയനൊരു ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാൻ. ഇതൊന്ന് ചൂടായാൽ മതി. അപ്പോൾ തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിം ആയിരിക്കണം ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ. അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിയെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് പാലൊഴിക്കുമ്പോൾ പാലിൻ്റെ ചുവയൊന്നും കാണൂല. നല്ലൊരു ക്രീം നമുക്ക് കിട്ടും. ഈ ഒരു സ്നാക്കിന് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ മയോണൈസൊക്കെ ആഡ് ചെയ്തോന്ന് ആൾക്കാർ ചോദിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. മയോണൈസ് ഒന്നും ആഡ് ചെയ്യാതെ, ചീസൊന്നും ആഡ് ചെയ്യാതെ തന്നെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, ഒന്ന് ക്രഷ് ചെയ്ത കുരുമുളക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ക്രീമി ഫില്ലിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് 1 കപ്പ് പുതിന ഇല ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഒത്തിരി അങ്ങോട്ട് ചൂടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നല്ല അടിപൊളി ഫില്ലിങ് റെഡി ആയിരിക്കും. കുട്ടികൾക്ക് ഇത് ഒത്തിരി ഇഷ്ടമാവും. ഒത്തിരി സ്പൈസി അല്ല, നല്ല ക്രീമുമാണ്, നല്ല ടേസ്റ്റാണ്. മയോണൈസൊക്കെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഇത് ഞാനിവിടെ മൈദയും ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്ത ഡോയാണിത്. അപ്പോൾ അത് ഇച്ചിരി എടുത്ത് നമുക്ക് ചെറിയ പീസായിട്ട് എടുത്തിട്ട് നമുക്കത് പരത്തിയെടുക്കാം. ചെറിയ വട്ടം വരുന്ന രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഇതിനകത്തേക്കാണ്, നിങ്ങൾക്ക് എത്ര വലിപ്പമാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വലുപ്പത്തിൽ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്കിത് ഏത് ഷേപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഹാഫ് മൂണിൻ്റെ ഷേപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മടക്കി ഹാഫ് മൂണിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് എടുക്കണം. എന്നിട്ട്
സൈഡെല്ലാം ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കിനി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് താല്പര്യമില്ലെങ്കിൽ കുറച്ച് മൈദ എടുത്ത് 1 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സൈഡിലായിട്ട് വെച്ച് കൊടുത്താൽ ഇങ്ങനെ വിട്ടു പോകുന്നുള്ള പേടിയുള്ളവർ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഫില്ലിംഗ് ഒന്നും ഇളകി വരത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ എല്ലാ ഡോയും പരത്തി ഇതുപോലെ അകത്ത് ഫില്ലിങ് വെച്ച് എടുക്കാം. ഇത് നമ്മൾ ഇഫ്താറിന് മാത്രമല്ല, കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി വെക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇഷ്ടമാകും കുട്ടികൾക്കൊക്കെ. ചീസിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്നുണ്ട് ഇതിനകത്ത്. ചീസിൻ്റെയും മയോണൈസൊക്കെ ആഡ് ചെയ്യുന്ന അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ പീസും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ക്ലോസ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 1 ആഴ്ച 2 ആഴ്ച നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇഫ്താറിനൊക്കെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് ഓരോ പീസ് ഇതുപോലെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് കുറച്ച് പൊടി ഇട്ട് വേണം, അരിപ്പൊടിയോ അങ്ങനെ ഏതെങ്കിലും ഒരു പൊടിയിട്ട് നമ്മൾ വെക്കണം ഫ്രിഡ്ജിൽ, അല്ലെങ്കിൽ ഇത് പരസ്പരം ഒട്ടാൻ സാധ്യതയുണ്ട്. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാ പീസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബ്രെഡ് വെച്ചും ചെയ്യാം. ഇതുപോലെ മൈദ കുഴച്ചെടുക്കാൻ മടിയുള്ളവർ ബ്രെഡ് ഇതുപോലെ എടുത്ത് നമുക്ക് അകത്ത് ഇതുപോലെ ഫില്ലിങ് വെച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ബ്രെഡ് ഇതുപോലെ എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിലുണ്ട്, സ്നാക്ക് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളതെല്ലാം പോയി കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതാണ്. വളരെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളിത് എന്താണേലും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.